നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ മോതിര വിരലിന്റെ പ്രസക്തി എന്തെന്നാൽ അതൊരു അത്ഭുത വിരലാണ്. എന്നുവെച്ചാൽ പല അത്ഭുതങ്ങളും ആ വിരലിന് നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും. എന്നുവെച്ചാൽ നമ്മളിലേക്ക് ഭാഗ്യം കൊണ്ടു തരുന്ന വിരലാണ് നമ്മുടെ മോതിരവിരൽ. അങ്ങനെ പറയുകയാണ് അതിൻ്റെ ശരി. ഈ ഒരു കാരണം കൊണ്ടാണ് ചിലയിടങ്ങളിൽ ഈ മോതിരവിരലിനെ ലക്ഷ്മി വിരൽ എന്നുകൂടി വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കാരണത്താൽ മാത്രമാണ് ഈ വിവാഹമോതിരം ചെറുവിരലിനോട് ചേർന്നിരിക്കുന്ന ഈ മോതിരവിരലിൽ തന്നെ ഇടണമെന്ന ആ ഒരു ചടങ്ങ് നിലനിന്നു പോരുന്നത്. അതിപ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി, ഇപ്രകാരം ഇത് വർഷങ്ങളായിട്ട് പിന്തുടർന്നു പോരുന്നു ഒരു രീതിയാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മോതിരവിരൽ മോതിരവുമായാലും അല്ലെങ്കിൽ ഇപ്പോൾ അതിലെഴുതുന്ന ആ ഒരു മാന്ത്രിക അക്കമാണെങ്കിലും ശരി, അത് അതിൻ്റെതായ ആ ജോലി ചെയ്തിരിക്കും. ഈ പറഞ്ഞതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇപ്രകാരം ഈ മോതിരവിരലിൽ എഴുതേണ്ട മാന്ത്രിക അക്കം ഏതാണെന്നും അത് എപ്പോഴാണ് എഴുതേണ്ടത്, എങ്ങനെ എഴുതേണ്ടത് എന്നുമുള്ള കാര്യങ്ങളെല്ലാം തുടർന്ന് അങ്ങോട്ട് പറയുന്നതാണ്. ഏറ്റവും ആദ്യമായി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിൽ പറയാൻ പോകുന്ന ഈ ഒരു മാന്ത്രിക സംഖ്യ, അതും നിങ്ങളുടെ ലക്ഷ്മി വിരലിൽ അങ്ങോട്ട് എഴുതുമ്പോൾ അതിന് 2 ഇരട്ടി ശക്തിയാണ് അപ്പോൾ ലഭിക്കുന്നത്. ഇത് പറയാൻ കാരണം ഓൾറെഡി ആ വിരലിൽ ഒരു ലക്ഷ്മി വിരലാണ്. അതിനോടൊപ്പം ഈ മാന്ത്രിക സംഖ്യയുടെ ആ ഒരു എഫക്റ്റ് കൂടി ആകുമ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഭാഗ്യത്തിന്റെ പരമകോടിയിലേക്ക് ആ ഒരു അവസ്ഥ എത്തിച്ചേരും. അങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്. അതിനെ തുടർന്ന്, അതായത് ഇങ്ങനെ എഴുതിയതിനു ശേഷം നിങ്ങൾ ഏത് മേഖലയിലേക്കാണ് ഇറങ്ങുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരം അല്ലെങ്കിൽ ഏറ്റവും ഉന്തിയ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. ഇതിനൊരു ഉദാഹരണമായ ഇത് പറഞ്ഞാൽ, നിങ്ങൾ ഇതിൽ പറയാൻ പോകുന്ന ഈ മാന്ത്രിക സംഖ്യ നിങ്ങളുടെ മോതിരവിരലിൽ എഴുതി നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഇന്റർവ്യൂ നിങ്ങൾ ഉറപ്പായും പാസ്സായി വീട്ടിൽ തിരികെ എത്തിച്ചേരും. ഇനി അതല്ല, നിങ്ങൾ ഈ മാന്ത്രിക സംഖ്യ ലക്ഷ്മി വിരലിൽ എഴുതിയ ശേഷം നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണെന്നിരിക്കട്ടെ, ആ ലോട്ടറി ടിക്കറ്റിൽ പ്രൈസ് വീഴാനുള്ള സാധ്യത 70% വരെ ഉയർന്നു കിട്ടും. ഇത് വളരെയധികം ആളുകളുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരു വാസ്തവമാണ്. ഇതിനർത്ഥം നിങ്ങൾക്ക് ഇതിന് 1ാം സമ്മാനം തന്നെ ഈ ലോട്ടറിയിൽ കിട്ടും എന്നല്ല പറയുന്നത്. 70% വരെ നിങ്ങളിലുള്ള ഭാഗ്യം ഉയർത്തിയെടുക്കാൻ വേണ്ടി ഈ ഒരു ക്രിയക്ക് കഴിയും. അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലക്ഷ്മി വിരലിൽ ഈ ഒരു മാന്ത്രിക സംഖ്യ എഴുതിയത് കൊണ്ട് നിങ്ങൾ ഏത് ഇടപാടുകൾ നടത്തിയാലും ആ ഇടപാടുകൾക്കെല്ലാം ഒരു പരിപൂർണത ഉണ്ടാകും. അതായത് ആ ഇടപാടുകളെല്ലാം നിങ്ങൾക്ക് സംതൃപ്തിയേകുന്ന വിധത്തിൽ അനുകൂലമായി ഭവിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്രയും കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിൽ ഒരു സംശയമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതായത് ഇത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് ആദ്യം തന്നെ ഇത് എങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ ഒരുപക്ഷെ പലരും ചോദിച്ചേക്കാം. അതിന് ഒട്ടുമിക്ക ആളുകൾ എല്ലാ പരീക്ഷിക്കുന്ന ആ ഒരു രീതി തന്നെ നിങ്ങളും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഈ മാസത്തെ ചിട്ടി കിട്ടിയേ പറ്റൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ, ഈ മാസത്തെ ചിട്ടി എനിക്ക് തന്നെ കിട്ടണം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ മാന്ത്രിക സംഖ്യ നിങ്ങളുടെ ലക്ഷ്മി വിരലിൽ എഴുതിയ ശേഷം ആ കൈകൊണ്ട് ചിട്ടി പൈസ നിങ്ങൾ കൈക്കാരന് കൊടുക്കുക. ആ ചിട്ടി അയാൾ നറുക്കിടുമ്പോൾ അത് കൃത്യം നിങ്ങൾക്ക് തന്നെ കറങ്ങിത്തിരിഞ്ഞു വന്നിരിക്കും. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ ആ ഒരു അത്ഭുതം. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ആ നമ്പർ ഏതാണെന്ന് പറയാം.
69 എന്ന മാജിക് നമ്പറാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇത് എഴുതേണ്ടത് മോതിരവിരലിൻ്റെ ഉൾവശത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ ഇടതു കൈയുടെ മോതിരവിരലിലാണ് ഇത് എഴുതേണ്ടത്. ഇത് എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന മഷി ഒന്നെങ്കിൽ പച്ചമഷി അല്ലെങ്കിൽ നീലമഷി. ഈ പറഞ്ഞ 2 മഷിയിൽ നിന്നും ഏതെങ്കിലും ഒന്ന് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ. ഒരു പക്ഷേ ഈ പറഞ്ഞ 2 മഷിയും ലഭ്യമാകാത്തവർ മാത്രം കറുപ്പ് മഷി എഴുതിയാലും മതി. എന്തായാലും ശരി, പച്ചമഷി ഉപയോഗിച്ച് എഴുതിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ അവിടെ നീലമഷിയും ഉപയോഗിക്കാം. പറയാൻ കാരണം ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ അനുഭവം ആദ്യം പച്ച, ഇനി അത് പറ്റിയില്ലെങ്കിൽ നീലമഷി, അതും പറ്റിയില്ലെങ്കിൽ കറുപ്പ് മഷി, അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും തയ്യാറെടുപ്പുകൾ നോക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ യാതൊരുവിധ തയ്യാറെടുപ്പുകളും ഇതിനാവശ്യമില്ല. നിങ്ങൾ എന്ത് സംരംഭത്തിലേക്കാണ് ഇറങ്ങി പുറപ്പെടാൻ പോകുന്നത് അതിന് കുറഞ്ഞത് ഒരു 5 മിനിറ്റ് മുൻപെങ്കിലും ഇത് എഴുതിയിരിക്കണം. അങ്ങനെ ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സംഖ്യ നിങ്ങളുടെ ലക്ഷ്മി വിരലിൽ എഴുതുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കാര്യം, അതായത് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടാൻ പോകുന്ന ആ ഒരു കാര്യം എനിക്ക് നടത്തി തരണമേ എന്ന് ആത്മാർത്ഥമായി മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇതങ്ങനെ മോതിരവിരലിൽ എഴുതുവാൻ. അതിനുശേഷം നിങ്ങളുടെ ആ വ്യവഹാരം കഴിഞ്ഞ ഉടനെ ഈ എഴുതിയ നമ്പർ നിങ്ങൾക്ക് കഴുകിക്കളയാമെന്നല്ല, കഴുകിക്കളഞ്ഞേ പറ്റൂ. കാരണം യാതൊരു കാരണവശാലും ഇത് വെച്ചുകൊണ്ട് മറ്റു വർക്കുകൾ ചെയ്യരുത്. അതിനിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ നമ്പർ കയ്യിൽ എഴുതിക്കൊണ്ട് തന്നെ വീട്ടുജോലികളെല്ലാം ചെയ്താൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനില്ലെങ്കിൽ പോലും അടുത്ത തവണ ഈ ഒരു മാജിക് നമ്പർ ഇതുപോലെ നിങ്ങൾ എഴുതി നിങ്ങളുടെ അപ്പോഴുള്ള കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു പരിപൂർണ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ ആ രീതിയിൽ മാനിച്ചേ പറ്റൂ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് എല്ലാം കൊടുക്കുന്നു. ആ ഒരു പരിഗണന പോലെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ആ ഒരു നമ്പർ അതിനനുസരിച്ച് നമ്മൾ സൂക്ഷിച്ചത് കൊണ്ട് നടക്കണം. അതുകൊണ്ട് എന്ത് ആവശ്യമാണ് നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ളത് ആ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇത് എഴുതുക. ആ ആവശ്യം നിങ്ങൾ നടത്തിക്കഴിഞ്ഞ ശേഷം അതുടനെ മായ്ച്ചു കളയുക. ഇതിനു വേണ്ടി മാർക്കർ ഉപയോഗിച്ച് എഴുതുകയാണ് ഏറ്റവും ശരിയായ രീതി. അങ്ങനെയാകുമ്പോൾ ഇത് മായ്ച്ചു കളയാനായിട്ട് സോപ്പ് ഉപയോഗിച്ച് ഒന്ന് കൈകഴുകിയാൽ മാത്രം മതിയാകും. അപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം മാത്രം പ്രത്യേകം ഓർമ്മയിൽ വെക്കണം. അതായത് ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ ഒരു മാജിക് നമ്പർ ഉപയോഗിക്കുക. എന്നിട്ട് ആവശ്യം കഴിഞ്ഞ ശേഷം ഉടനെ കഴുകി കളഞ്ഞേക്കുക. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ സീക്രട്ടിനെ കുറിച്ച് ആര് ചോദിച്ചാലും നിങ്ങളുടെ അനുഭവത്തിലുള്ള ഇതിൻ്റെ ആ ഒരു സീക്രട്ട് എന്താണെന്ന് അവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യരുത്. എന്നാൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തെറ്റില്ല. പക്ഷേ നിങ്ങളുടെ അനുഭവം അവരുമായിട്ട് പങ്കുവെക്കരുത്. അതായത് നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് ഇന്നിങ്ങനെ ഭാഗ്യങ്ങൾ വന്നു കിട്ടിയെന്ന് അവരുമായിട്ട് ഷെയർ ചെയ്യരുത്. അതെന്തുകൊണ്ടെന്നാൽ അങ്ങനെ നിങ്ങൾ അവരുമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളിലുള്ള ഭാഗ്യം അത് അവരിലേക്കും പകർന്നു പോകാൻ ഇടയാക്കുന്നതാണ്. ഈ പറഞ്ഞത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിലും പോലും ഈ കാര്യങ്ങൾ ഇതിൽ പറയാതെ പറ്റില്ല. അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആർക്കാണോ ഇത് പകർന്നു കൊടുക്കുന്നത് അവരുടെ നാക്ക് കരുനാക്കാണെങ്കിൽ മാത്രം ഇത് നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്യും. അതായത് അവരുടെ ആ കരുനാക്ക് വളച്ചു പറഞ്ഞാൽ, അതായത് ഇത്രയും ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ആശ്ചര്യത്തോടു കൂടി ചോദിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം അങ്ങോട്ട് ഷെയർ ചെയ്തു പോകാൻ ഇടയാക്കിയേക്കും. ആ ഒരു ന്യൂനത മാത്രമേ ഇതിൽ നിലനിൽക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടായേക്കാവുന്നത് ഇതിന്
പ്രത്യേകിച്ച് ചിട്ടകൾ ഏതെങ്കിലും നോക്കണമോ എന്നുള്ളതായിരിക്കും. അതായത് കുലവാലായ്മ അല്ലെങ്കിൽ നോമ്പ് അങ്ങനെയുള്ള ഏതെങ്കിലും നോക്കണമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള യാതൊരുവിധ ലിമിറ്റേഷൻസും ഇതിന് ആവശ്യമില്ല. ഏത് ദിവസത്തിലോ അല്ലെങ്കിൽ ഏത് സമയത്തോ ഈ മാജിക് നമ്പർ നിങ്ങളുടെ ലക്ഷ്മി വിരലിൽ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് നിങ്ങൾ എപ്പോഴാണോ ഇറങ്ങിപ്പുറപ്പെടുന്നത് അതിനൊരു 5 മിനിറ്റ് മുൻപ് തന്നെ ഈ നമ്പർ നിങ്ങൾ എഴുതിയിരിക്കണം. അത്രയേ ഉള്ളൂ. അതിനി ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പോലും പിന്നീടുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം നിരവധി തവണ ലക്ഷ്മി വിരലിൽ ഇങ്ങനെ എഴുതി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം പരിപൂർണ വിജയത്തിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതോടുകൂടി കടങ്ങളെല്ലാം കുറേശ്ശെ ആണെങ്കിലും മാറിത്തുടങ്ങും. ഇനി ഒരു പക്ഷേ ലക്ഷപ്രഭു ആയില്ലെങ്കിൽ പോലും ഒരു തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് വന്നു ചേരും. അല്ലെങ്കിൽ അതിനുള്ള ഒരു ചുറ്റുപാടിലേക്കെങ്കിലും നിങ്ങൾ എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൂടി ചുരുക്കി ഒന്ന് റൗണ്ട് ചെയ്തു പറഞ്ഞാൽ ഇതിൽ നിന്നും ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് നിങ്ങൾ നിങ്ങളുടെ മോതിരവിരലിൽ എഴുതുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു മാന്ത്രിക നമ്പർ അതിനാൽ എഴുതുവാൻ. അത്രയും മാത്രം നോക്കിയാൽ മതി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. നന്ദി, നമസ്കാരം.